ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പ്രധാന സംഭാവന ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പ്രധാന സംഭാവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കല്. ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കല്. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ കർഷകർക്ക് സ്ഥിരമായ വരുമാനവും തൊഴിലും നൽകുന്നതിലൂടെ ഗ്രാമീണ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് എങ്ങനെ സഹായിക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് എങ്ങനെ സഹായിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സ്ഥിരമായ പാൽ വാങ്ങൽ ഉറപ്പാക്കി. അതായത് ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം എങ്ങനെ കുറയ്ക്കുന്നു? സ്ഥിരമായ പാൽ വാങ്ങൽ ഉറപ്പാക്കി. പാൽ സംഭരണം ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് ദിവസേന വരുമാനം ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്താണ്? സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്താണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സ്ത്രീകൾക്ക് അംഗത്വവും വരുമാനവും നൽകുന്നു. മിക്ക ക്ഷീര സംഘങ്ങളിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തമുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ക്ഷീര സഹകരണ സംഘങ്ങളുടെ പങ്ക് എന്താണ്? സ്ത്രീകൾക്ക് അംഗത്വവും വരുമാനവും നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കാരണമാകുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കാരണമാകുന്നു? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. സ്ഥിര വരുമാനം, തൊഴിൽ, സാമൂഹ്യ സുരക്ഷ എന്നിവ ജീവിത നിലവാരം ഉയർത്തുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ എന്താണ്, ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനാണ് കാരണമാവുന്നത്? ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കർഷക സൗഹൃദ നയങ്ങള്. കർഷകർക്ക് അനുകൂലമായ വില നിർണയം, സേവനങ്ങൾ എന്നിവയാണ് ശക്തി. അപ്പോൾ കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏതാണ്? കർഷക സൗഹൃദ നയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്ത്? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്ത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സ്വയം തൊഴിൽ അവസരങ്ങൾ. അതായത് പശുപാലനം, തീറ്റ വിതരണങ്ങൾ തുടങ്ങിയവ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? സ്വയം തൊഴിൽ അവസരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്ന വിധം ഏത്?
ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്ന വിധം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദിവസേന പാൽ വില നൽകി. ദിവസേന പാൽ വില നൽകി. അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ദിനംപ്രതി ലഭിക്കുന്ന വരുമാനം ഗ്രാമീണ വിപണി സജീവമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നൽകുന്ന സഹായം ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നൽകുന്ന സഹായം ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വരുമാന ഉറപ്പ്. അതായത് പാൽ ശേഖരണവും വിലയും ഉറപ്പാക്കുന്നത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് വികസന ആശയത്തോടാണ് ബന്ധപ്പെട്ടത്? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് വികസന ആശയത്തോടാണ് ബന്ധപ്പെട്ടത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. സുസ്ഥിര വികസനം. അതായത് ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ സുസ്ഥിര വികസനം ആശയത്തോടാണ് ബന്ധപ്പെട്ടത്. പരിസ്ഥിതി സൗഹൃദവും വരുമാനം ഉറപ്പുള്ളതുമായ വികസനമാണ് ഇത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദവും വരുമാനം ഉറപ്പുള്ളതുമായ വികസനമാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണങ്ങളുടെ മൊത്തത്തിലുള്ള ഫലം എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണങ്ങളുടെ മൊത്തത്തിലുള്ള ഫലം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സാമ്പത്തിക സ്ഥിരത. അതായത് സ്ഥിര വരുമാനം, തൊഴില്, സാമൂഹ്യ സുരക്ഷ എന്നിവ ചേർന്ന് സാമ്പത്തിക സ്ഥിരത നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പശുപാലനം ഒരു ഉപവരുമാനമാക്കി. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം പശുപാലനം ഒരു ഉപവരുമാനമാക്കി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കൃഷിയോടൊപ്പം പശുപാലനം നടത്താൻ അവസരം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ കുടുംബങ്ങളുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്ത്? ഗ്രാമീണ കുടുംബങ്ങളുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്ത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. പോഷകാഹാരം ലഭ്യമാക്കി. പാൽ ഉൽപ്പന്നങ്ങൾ വഴി പോഷക സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണങ്ങൾ ഗ്രാമീണ മേഖലയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതെങ്ങനെ? ക്ഷീര സഹകരണങ്ങൾ ഗ്രാമീണ മേഖലയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതെങ്ങനെ? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഗ്രാമീണ തൊഴിൽ ഉറപ്പാക്കി. ഗ്രാമത്തിൽ തന്നെ സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതിനാൽ കുടിയേറ്റം കുറയുന്നു. അപ്പോൾ ക്ഷീര സഹകരണങ്ങൾ ഗ്രാമീണ മേഖലയിൽ കുടിയേറ്റം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഗ്രാമീണ തൊഴിലൊക്കെ ഉറപ്പാക്കി. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ വിപണിയെ എങ്ങനെ സജീവമാക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ വിപണിയെ എങ്ങനെ സജീവമാക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പണപ്രവാഹം വർദ്ധിപ്പിച്ച് അത് ഗ്രാമീണ വിപണിയെ സജീവമാക്കുന്നു. ദിവസേന ലഭിക്കുന്ന പാൽവില ഗ്രാമീണ വിപണി ചലിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷീര സഹകരണങ്ങൾ ഏത് സാമൂഹ്യ നീതി ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിലെ ക്ഷീര സഹകരണങ്ങൾ ഏത് സാമൂഹ്യ നീതി ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സമവായ വികസനം. അതായത് ചെറുകിട കർഷകർക്ക് തുല്യ അവസരം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ സ്ത്രീകൾക്ക് നൽകുന്ന പ്രധാന അവസരം ഏത്? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ
ഗ്രാമീണ സ്ത്രീകൾക്ക് നൽകുന്ന പ്രധാന അവസരം ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്വയം തൊഴിൽ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ സ്ത്രീകൾക്ക് നൽകുന്ന പ്രധാന അവസരം എന്താണ്? സ്വയം തൊഴിൽ. പശുപാലനത്തിലൂടെ വീട്ടിനകത്തു നിന്നും വരുമാനം നേടാം. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ സാമ്പത്തിക ശൃംഖലയിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് ഏതു തലത്തിലാണ് കൂടുതൽ? ഗ്രാമീണ സാമ്പത്തിക ശൃംഖലയിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് ഏതു തലത്തിലാണ് കൂടുതൽ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിലുള്ള എല്ലാം. അതായത് ഉൽപാദനം, സംഭരണം, വിപണനം. പാൽ ഉൽപാദനം മുതൽ വിപണനം വരെ സഹകരണങ്ങൾ ഇടപെടുന്നു. അപ്പോൾ ഗ്രാമീണ സാമ്പത്തിക ശൃംഖലയിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് ഉൽപാദനം, സംഭരണം, വിപണനം തലത്തിലാണ് കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയെ ശക്തിപ്പെടുത്തുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയെ ശക്തിപ്പെടുത്തുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കാർഷിക അനുബന്ധ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. ക്ഷീര മേഖല കാർഷിക അനുബന്ധ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത് കാർഷിക അനുബന്ധ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ വികസനത്തില് ക്ഷീര സഹകരണങ്ങൾ നൽകുന്ന പരോക്ഷ ഗുണം ഏത്? ഗ്രാമീണ വികസനത്തില് ക്ഷീര സഹകരണങ്ങൾ നൽകുന്ന പരോക്ഷ ഗുണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വിദ്യാഭ്യാസ ആരോഗ്യ ചെലവ് വർധന. അതായത് വരുമാനം വർദ്ധിച്ചതിനാൽ വിദ്യാഭ്യാസ ആരോഗ്യ ചെലവ് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല സ്ഥിരതയ്ക്ക് ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്നത് എങ്ങനെ? കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല സ്ഥിരതയ്ക്ക് ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്നത് എങ്ങനെ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സുസ്ഥിര വരുമാനം ഉറപ്പാക്കി. അതായത് ദിവസേനയും വർഷം മുഴുവൻ വരുമാനം നൽകുന്ന മേഖലയാണ് ക്ഷീര സംഘങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണങ്ങള് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഏത് തരത്തിലുള്ള വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു? ക്ഷീര സഹകരണങ്ങള് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഏത് തരത്തിലുള്ള വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ജനകീയ വികസനം അത് പ്രോത്സാഹിപ്പിക്കുന്നു. കർഷകരുടെ പങ്കാളിത്തത്തിലൂടെയുള്ള വികസനമാണ് സഹകരണം. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ മേഖലയിൽ ചെറുകിട കർഷകരെ സംരക്ഷിക്കുന്ന സംവിധാനമായി ക്ഷീര സഹകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഗ്രാമീണ മേഖലയിൽ ചെറുകിട കർഷകരെ സംരക്ഷിക്കുന്ന സംവിധാനമായി ക്ഷീര സഹകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വിലസ്ഥിരത ഉറപ്പാക്കി. അത് ഗ്രാമീണ മേഖലയിൽ ചെറുകിട കർഷകരെ ഇത് വിലസ്ഥിരത ഉറപ്പാക്കി ക്ഷീര സഹകരണങ്ങള് പ്രവർത്തിക്കുന്നു. സംരക്ഷിക്കുന്ന സംവിധാനമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. വിലയിലെ മാറ്റങ്ങൾ ചെറുകിട കർഷകർക്ക് ബാധിക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഒരു ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഒരു ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വികസനത്തിന്റെ തൂണായി കണക്കാക്കപ്പെടുന്നു. ഗ്രാമീണ വികസനത്തിന്റെ പ്രധാന അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് ക്ഷീര സഹകരണങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷീര സഹകരണങ്ങള് ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യ ഐക്യം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? ക്ഷീര സഹകരണങ്ങളെ ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യ ഐക്യം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സഹകരണ പ്രവർത്തനങ്ങളിലൂടെ. കൂട്ടായ പ്രവർത്തനം അത് സാമൂഹ്യ ഐക്യം വളർത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ആത്മാവായി ക്ഷീര സഹകരണങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് കാരണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ആത്മാവായി ക്ഷീര സഹകരണങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ജനപങ്കാളിത്തം. അതായത് കർഷകർ തന്നെയാണ് സ്ഥാപനങ്ങളുടെ ഉടമകളും ഉപഭോക്താക്കളും. അപ്പോൾ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ആത്മാവായി ക്ഷീര സഹകരണ സംഘങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് കാരണം ജനപങ്കാളിത്തമാണ് അല്ലെ. കർഷകർ തന്നെയാണ് സ്ഥാപനങ്ങളുടെ ഉടമകളും ഉപഭോക്താക്കളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മ തട്ടെ. നന്ദി, നമസ്കാരം.